Watch full episodes on Jio Hotstar. തിരിച്ചെടുത്തോണ്ട് വാ അത് രണ്ടിനെ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗം എന്തെങ്കിലും ചെയ്യൂ. സ്വർണ്ണ മത്സ്യത്തിന്റെ കണ്ണുകൾ എന്നോട് ചോദിക്കുന്നു, എന്നെ സഹായിക്കുവോ ഇല്ലയോ എന്ന്. മോട്ടു എഴുന്നേൽക്ക്. വേഗം എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. മോട്ടു, ഇവരെയൊക്കെ തോൽപ്പിക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ സമൂസ കഴിച്ചേ മതിയാവൂ. കഴിക്ക്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അക്വേറിയം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഞാൻ ഈ അക്വേറിയത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക? എന്റെ മോട്ടു, പൊന്നു സുഹൃത്തെ, നീ സമൂസ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല. എങ്ങനെയാണോ ആംസ്റ്റാർ ബോൾ എടുത്തിട്ട് ഓടിയത്, അതുപോലെ നീയും ഇത് എടുത്തിട്ട് ഓടിക്കോ. പത്ലു, ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. എങ്കിൽ പോയി സമൂസ എടുത്തോണ്ട് വാ. ഞാൻ ഈ അക്വേറിയത്തിന്റെ അകത്തേക്ക് പോവാണ് പത്ലു. ശരി മോട്ടു. നിർത്തവന്മാരെ, തുറക്കട്ടെ വാതിലുകൾ. മോട്ടു രക്ഷപ്പെട്ടു. പക്ഷെ ഇവരെ വെറുതെ വിടാൻ പാടില്ല. പിടിക്കവരെ. സമൂസ കഴിച്ചോ, പണി തുടങ്ങിക്കോ. കൊള്ളാലോ. അല്ല, ഇതെന്താ ചെയ്തത്? സമൂസ എനിക്കുള്ളതായിരുന്നു. പത്തലു, കുറച്ചുകൂടെ സമൂസ തന്നുവിട്. പോണേ. ഇന്ന പിടിച്ചോ. എടോ മടയന്മാരെ, എണീക്ക്, എന്നിട്ട് അവരെ പിടിക്ക്. ശരി ബോസ്. ഇനി ഒരിക്കലും എനിക്ക് കൊണ്ടുവരുന്ന സമൂസയുടെ അടുത്തേക്ക് നിങ്ങൾ വന്നു പോകരുത്. ഞാൻ പറഞ്ഞതല്ലേ സമൂസ എനിക്കുള്ളതാണെന്ന്. പത്തലു, കുറച്ചുകൂടെ സമൂസ കൊണ്ടുവരൂ. സ്വർണ്ണ മത്സ്യമേ, യുമാരടുത്തൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇവറ്റകൾ എന്നെ സമൂസ കഴിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കൂ. ഇവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോട്ടുവിനെ സമൂസ കഴിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ഈ ബോളിന്റെ ഉള്ളിലായിരിക്കും. ഇല്ല, ഞങ്ങൾ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. മോട്ടു, ഇതാണ് അവസാനത്തെ പ്ലേറ്റ്. വേഗം കഴിച്ചിട്ട് പണി തുടങ്ങിക്കോ.
സൂക്ഷിച്ചോളൂ. ഇനി ആരെങ്കിലും സമൂസയുടെ അടുത്തേക്ക് വന്നാൽ ആരും സമൂസനെ നോക്കേ വേണ്ട. പൊളിച്ചേ. മോട്ടു എടുത്തിട്ട് പോ. എടുത്തിട്ട് പോകാനോ? എന്തെടുത്തിട്ട് പോകാൻ? എങ്ങോട്ട് എടുത്തിട്ട് പോകാൻ? മാനേജർ സാറേ, നിങ്ങളുടെ അക്വേറിയം മോട്ടു സമുദ്രത്തിലേക്ക് എടുത്തോണ്ട് പോവാ. നിങ്ങളുടെ അക്വേറിയത്തിനോട് അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറഞ്ഞോളൂ. ഓ, മോട്ടു വേണ്ട ഇത്രയും വലിയ അക്വേറിയം തന്നെ സമുദ്രത്തിൽ എടുത്തിട്ട് പോകുമോ? നമ്മുടെ ഷോ ഏതായാലും തീർന്നില്ലേ? ഇനി ഇപ്പൊ മോട്ടുവിന്റെ ഷോ അങ്ങോട്ട് കണ്ടേക്കാം. നിങ്ങളെല്ലാരും ഈ വായി നോക്കി എന്തുവേടാ നിൽക്കുന്നത്? ഓയാളെ നിർത്ത്. ഞാൻ ഓരോരോ മീനിനെ വളരെ തെരഞ്ഞാണ് കണ്ടുപിടിച്ചോണ്ട് വന്നത്. ഒന്ന് പോ. ശരിയോ? അയ്യോ, രക്ഷപ്പെട്ടോ. രക്ഷിക്കേ. ഡോക്ടർ ജഡ്ക, വേഗം കാർ എടുത്തോണ്ട് അക്വേറിയത്തിന്റെ അടുത്തേക്ക് വാ. ഈ ബോട്ട് എവിടെ പോയി കിടക്കുവാ? എന്റെ ജഡ്ക സാറേ, മോട്ടുവിന്റെ പിന്നാലെ പോ. കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഇപ്പൊ പറയാൻ സമയമില്ല. മീനുകൾ മോട്ടു, പത്രു, ഞാൻ നിങ്ങളെ വിടില്ല. സ്വർണ്ണ മത്സ്യം ഓക്ടോ ജംഗ്ഷന് വരൂ. നമുക്കിത് ഒരുമിച്ച് റോൾ ചെയ്ത് പോവാം. കമോൺ, ഒന്ന് വേഗമാവട്ടെ. ഹോയ് പത്ലു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക സാറേ, അക്വേറിയത്തിലെ സ്വർണ്ണ മീനില്ലേ, അതിന്റെ കുടുംബത്തെ കടലിനടിയിലുള്ള ഒക്ടോപ്പസ് ക്യൂൻ തടങ്കലിൽ വെച്ചിരിക്കുക. സ്വർണ്ണമീൻ ഞങ്ങളോട് വന്ന് അവരെ രക്ഷിക്കുവാനായി അപേക്ഷിച്ചിരുന്നു. അവരെ രക്ഷിക്കുവാനായിട്ടാണ് മോട്ടു അക്വേറിയത്തിലേക്ക് ഇറങ്ങി എല്ലാവരെയും കടലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് നടന്നത്. അമ്മേ, അപ്പൊ ഞാൻ നമ്മളും അവരോടൊപ്പം സമുദ്രത്തിലേക്ക് പോകേണ്ടി വരുമോ? എല്ലാവരും മാറി നിൽക്കൂ, അരികിലേക്ക് മാറി നിൽക്കൂ. അങ്ങോട്ട് നോക്കൂ. ഫിഷസിന്റെ അക്വേറിയം പോണ പോക്ക് കണ്ട. രക്ഷപ്പെട്ടോ, ഓടിക്കോ. സാർ, ആ മോട്ടു നിക്കണ യാതൊരു ലക്ഷണവും കാണുന്നില്ല സാറേ. ഞങ്ങളിപ്പോ അയാളെ പിന്തുടർന്ന് ഇങ്ങനെ സമുദ്രത്തിന്റെ അടുത്ത് വരെ എത്തി. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ട സാർ? എന്തെങ്കിലും ചെയ്യ്. പക്ഷെ അക്വേറിയം സമുദ്രത്തിന് അകത്ത് പോകാൻ പാടില്ല കേട്ടോ. അത് സമുദ്രത്തിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു വലിയ മതില് കെട്ടി തടയാൻ നോക്ക് കേട്ടോ. ഓക്കെ ബോസ്. ഹലോ ബോസ്, ഞങ്ങൾ അക്വേറിയത്തെക്കാളും 3 ഇരട്ടി വലിയ മതിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഇനി ആ മോട്ടൂന് ഇത് കടന്നു പോവാൻ യാതൊരു സാധ്യതയുമില്ല ബോസ്. പത്ലു, എന്റെ മുമ്പിൽ ഒരു ചോരരിപ്പുണ്ട്. പോയി തട്ടിയ ഈ അക്വേറിയം പൊട്ടിത്തെറിക്കും. പിന്നെ ഈ പാവം മത്സ്യങ്ങളൊക്കെ ഇവിടെ കിടന്ന് ചാവേണ്ടി വരും.
വേഗം എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? ഐഡിയ. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല. അതുവരേക്ക് നീ വന്നുകൊണ്ടേ ഇരിക്ക്. ഡോക്ടർ ജഡ്ക എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ആ അക്വേറിയം ചുവരിൽ തട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഓയ് പത്ലു, നിങ്ങൾ പേടിക്കണ്ട. ഡോക്ടർ ജഡ്കയുടെ ഉള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? 1 2 3 4 മമ്മി രക്ഷിക്കണേ. ഡോക്ടർ ജഡ്ക, ഇങ്ങനെ ധൃതിയിൽ ലാൻഡ് ചെയ്തതിനു മുമ്പ് ഞങ്ങളെ ഒന്ന് വിവരം അറിയിച്ചോണേ. ഇതെന്താ ഈ ബട്ടൺ എന്താ പറ്റിയത്? മമ്മി, ഡോക്ടർ ജഡ്ക എന്തേലും ഒന്ന് ചെയ്യൂ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മമ്മി, എന്താ ഡോക്ടർ ജഡ്ക, നിങ്ങളെ കാറ് വെള്ളത്തിൽ കൂടെ ഓടിക്കാനാണോ നോക്കുന്നത്? ചെല്ല്, എല്ലാവരും ചെന്ന് ആഘോഷിക്കേ. കടൽ ഇത്രയ്ക്ക് മനോഹരാണോ? എനിക്ക് സത്യത്തിൽ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ഓ, യാ, 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 ആ. പൊളിച്ചേ. എന്റെ മോട്ടു ഡാൻസ് ഒക്കെ മതിയാക്ക്. നമ്മളിവിടെ എന്തിനാണ് വന്നത്? ആ ജോലി ചെയ്ത് തീർക്കണ്ടേ? നീ വേഗം വരാൻ നോക്ക്. ഡോക്ടർ ജാക്സൺ, ഇനി ഡാൻസ് മതിയാക്കാം. നമുക്ക് മുന്നോട്ട് പോകാനുള്ളതാണ്. എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ നമ്മളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെ പോലെ ഒരു ഒക്ടോപസ് ആണ് എന്റെ കുടുംബത്തെ മുഴുവൻ തടവിലാക്കി വെച്ചിരിക്കുന്നത്. എന്റെ ആളുകൾ എന്തിനാണ് നിങ്ങളുടെ കുടുംബത്തെ തടവിലാക്കിയതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇതിൽ എന്റെ തെറ്റെന്താണ്? എന്നെയും നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ പ്ലീസ്. ഒരുപക്ഷെ എന്റെ സ്വന്തക്കാരെയും എനിക്ക് കിട്ടിയെങ്കിലോ? ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. സ്വർണ്ണ മത്സ്യമേ, മനസ്സിലാക്കൂ. നിനക്ക് നിന്റെ കുടുംബാംഗങ്ങളെ കാണാനുള്ള കൊതി പോലെ ഓട്ടോ ജാക്സനും ഉണ്ടാവില്ലേ? പറ, അവന്റെ ആൾക്കാരെ കാണണോന്ന്. ശരി ശരി, ഇവൻ വരികയാണെങ്കിൽ ഇവന്റെ കാര്യം മാത്രം നോക്കണം. വേറെ ഒന്നും അവൻ ചെയ്യാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. എന്നാ വരൂ, നമുക്ക് പോയി അന്വേഷിക്കാം ആരാണ് സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെ തടവിലാക്കിയതെന്ന്. വരൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.